ഞാൻ ആരെയും ഇന്നേ വരെ കരയിപ്പിച്ചിട്ടില്ല. പറഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല. എന്നിട്ടും എന്റെ ലൈഫിൽ മാത്രം എന്താ ഇത്രയും സങ്കടങ്ങൾ? എന്നെ വേദനിപ്പിച്ചവർക്കൊന്നും ഇതുവരെ ഒരു വേദനയും തിരിച്ചിട്ടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഈ കർമ്മ എന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെയാണോ? ലൈഫിൽ ഒരു പോയിന്റിന് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ കർമ്മയെ വെറും നെഗറ്റീവ് ഇമ്പാക്റ്റിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നെഗറ്റീവ് ആരെങ്കിലും ചെയ്താൽ കർമ്മ വിൽ ഹിറ്റ് ബാക്ക് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പോസിറ്റീവ് ആരെങ്കിലും ചെയ്താൽ നമ്മൾ ആരും ഇത് പറയാറില്ല. ശരിക്കും കർമ്മ നെഗറ്റീവിൽ മാത്രമാണ്. അല്ല, നല്ലത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് തിരിച്ചിട്ടും. അറബിയിലെ കിഫാറ എന്നാ പറയാ. പടച്ചാന്റെ അടുത്തു നിന്നുള്ള ഒരു നീതിയായിട്ടാ ഇതിനെ കാണുന്നത്. നീ മറ്റൊരാൾക്ക് നൽകിയ വേദന ഒരു ദിവസം നിന്നിലും തിരിച്ചെത്തും. നീ ഒരാൾക്ക് നല്ലത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മനോഹരമായി അതും നിന്നിലേക്കെത്തും. അതുകൊണ്ട് പരാതികൾ പറയുന്നതിന് മുമ്പ് ക്ഷമിക്കാൻ നോക്കുക. പടച്ചാന്റെ നീതി അതെന്നായാലും നടക്കാതിരിക്കില്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, ദുഷ്ട സ്വഭാവമുള്ളവരെ പടച്ചോൻ പന പോലെ ഉയർത്തുമെന്ന്. അതൊരിക്കലും ആ പനയുടെ ഉയരം കാണിക്കാനല്ല, മറിച്ച് അത്രയും ഉയർച്ചയിൽ നിന്നുള്ള വീഴ്ചയുടെ വേദന അത് അവരറിയിക്കാൻ.